മലയാള ചലച്ചിത്ര രംഗം ക്രൈസ്തവ വിരുദ്ധമായി തീരുന്നു എന്ന ആശങ്ക ക്രൈസ്തവരുടെ ഇടയിൽ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നുണ്ട്. ക്രൈസ്തവ വ്യക്തികളെയോ ആചാരങ്ങളെയോ കുറിച്ച് നിരുപദ്രവകരമായൊരു തമാശ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനും കഴിയാത്ത വിരസന്മാരൊന്നുമല്ല ക്രൈസ്തവർ. നാളിതുവരെയും അത്തരം സംരംഭങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിച്ച ഒരു സമൂഹം തന്നെയാണ് ക്രൈസ്തവർ എന്ന് നമുക്കറിയാം. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയുടെ പേരിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുക, ഈ സിനിമയ്ക്ക് ഉള്ളിൽ പലപ്പോഴും ക്രൈസ്തവ വിരുദ്ധത ബോധപൂർവം പ്രചരിപ്പിക്കുന്നതായി നമ്മൾ സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കുമ്പസാരം എന്ന കൂദാശയെ ഇന്നാട്ടിലെ ചലച്ചിത്രങ്ങളിലെ ആവിഷ്കാരങ്ങളിലൂടെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി അധിക്ഷേപിച്ചിരിക്കുക. പല ചെറുപ്പക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുമ്പസാരക്കൂട്ടിൽ പോകുമ്പോൾ അവിടെ 2 അച്ഛന്മാരുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ കുമ്പസാരിക്കുകയുള്ളൂ, കാരണം 2 പേർ ഒന്നിച്ചിരുന്ന് എൻ്റെ പാപം കേട്ട് ആനന്ദിക്കുവാൻ വരുന്നോ എന്ന ആശങ്ക എനിക്കുണ്ട്. പലരും കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പോകാൻ മനസ്സുകൊണ്ട് വിഷമം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവം കുമ്പസാരക്കൂട്ടിലുണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്കങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സിനിമ കണ്ടതിൽ പിന്നെ ഈ കൂദാശ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമം തോന്നാറുണ്ട് എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നിരുപദ്രവകരമെന്ന് നിങ്ങൾ പറയുന്ന പല തമാശകളുടെ ആവിഷ്കാരങ്ങളും ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ ഹൃദയത്തിലാണ് കത്തിവെച്ചത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ബോധ്യമാകാൻ വേണ്ടി ഞാൻ ഏതാനും യുവജനങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു എന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ക്രിസ്ത്യൻ പേരുകൾ കൊണ്ട് നിറഞ്ഞ സിനിമകളാണ് ഈ അടുത്ത കാലത്ത് മിക്കവാറും സിനിമകളുടെ പേരുകളായി വന്നത്. അവയൊക്കെ എടുത്തു പറയാനോ പ്രചരിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വില്ലന്മാരുടെയും ഗുണ്ടകളുടെയും സാമൂഹ്യദ്രോഹികളുമായി സിനിമയിൽ രംഗത്ത് വരുന്നവർക്കെല്ലാം ബോധപൂർവം ക്രിസ്ത്യൻ നാമങ്ങൾ നൽകപ്പെടുന്നു എന്ന് ഈ അടുത്ത കാലത്ത് ചിലർ ഉദാഹരണങ്ങൾ സഹിതം നിരീക്ഷിക്കുകയുണ്ടായി. വില്ലന്മാരുടെയും ഗുണ്ടകളുടെയും കഴുത്തിൽ അവർ പേരുകൊണ്ട് ക്രിസ്ത്യാനികൾ അല്ല എങ്കിൽ പോലും ഒരു കുരിശ് തൂക്കിയിട്ടിരിക്കുന്ന കാണും. നിങ്ങൾ കുരിശിനെ ഒരു ഡെക്കറേഷനായിട്ടായിരിക്കാം കരുതുന്നത്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല, ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെ മുഴുവനും സാക്ഷാത്കാരമാണ് കുരിശെന്ന പ്രതീകമെന്ന് പറയുന്നത്. അത് ഇത്രമേൽ അവഹേളിക്കപ്പെടാൻ മാത്രം ഈ കുരിശെന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യം ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ ന്യായമായും ഉയർത്തുന്ന ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു പൊതുബോധം ക്രൈസ്തവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അടുത്ത കാലത്തെ ചില സിനിമാ പേരുകൾ വിവാദമായി. ഈ സിനിമ നിർമ്മിക്കുന്ന സംവിധായകൻ നാദിർ ഷാ മതേതര സ്വഭാവമുള്ള വ്യക്തിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ മതേതര മനസ്സ് അല്പം പോലും കളങ്കപ്പെട്ടതാണ് എന്ന് ചിന്തിക്കാത്ത കൂട്ടത്തിലാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ കലാകാരന്മാരോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: എന്തിനാണ് നമ്മൾ തമാശകൾ രൂപീകരിക്കുമ്പോൾ, കലകൾ ആവിഷ്കരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ കഴിയുന്ന ആവിഷ്കാരങ്ങളല്ല? അത്തരം ആവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഒരു ജനതയുടെ വിശ്വാസത്തെയും വികാരത്തെയും അടിമുടി വ്രണപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ സംശയിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല എന്നതല്ലേ സത്യം. ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നാം ഈ സമകാലിക മലയാളത്തിലെ പ്രത്യേകിച്ച് ചലച്ചിത്ര രംഗത്ത്
വർദ്ധിച്ചു വരുന്ന ക്രിസ്തീയ വിരുദ്ധതയെ വിലയിരുത്താൻ, ആ ഒരു ക്രിസ്തീയ വിരുദ്ധതയിലൂടെ വിശ്വാസത്തിന്, ക്രൈസ്തവ വിശ്വാസത്തിന് ദോഷം വരുത്തുന്ന പല പ്രവണതകളും സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പൗരോഹിത്യ വിരുദ്ധമായി, കൂദാശ വിരുദ്ധമായി, സഭാവിരുദ്ധമായ ചിന്താഗതികളെ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ചലച്ചിത്രങ്ങളെ ആരെങ്കിലും ബോധപൂർവം മാധ്യമങ്ങളായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഇവിടുത്തെ സാധാരണ ക്രൈസ്തവർ പങ്കുവയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഈ കാര്യത്തിൽ ഞങ്ങൾ ആരോടും കലഹിക്കാൻ വരുന്നില്ല. നിങ്ങൾ ഈ പേരിൽ സിനിമ ഇട്ടാൽ സിനിമാ തിയേറ്റർ കത്തിക്കാൻ ഞങ്ങൾ വരില്ല. കാരണം ഞങ്ങളെ പഠിപ്പിച്ച ക്രിസ്തു സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വഴി തന്നെയാണ് ഞങ്ങളെ എന്നും പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പരിണിതപ്രജ്ഞരായ കലാകാരന്മാരിൽ, അവരുടെ മതേതര മനസ്സിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ക്രൈസ്തവ വിരുദ്ധത ബോധപൂർവം പ്രചരിപ്പിക്കുന്ന പേരുകളോ ആശയങ്ങളോ അത്തരത്തിലുള്ള ചിത്രീകരണങ്ങളോ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങളിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തരുത്.